ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ജാങ്കോ എങ്ങനെ തുടക്കം മുതൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറേ ജാങ്കോൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. പലത് തുടക്കത്തിലുള്ള ബിഗിനേഴ്സ് ലെവലിലുള്ളതായിരിക്കാം, ചിലപ്പോൾ അതൊന്നും കൂടിയും അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂഷനും അതേപോലെ തന്നെ പല കൺസെപ്റ്റും മനസ്സിലാക്കാനും നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തുടക്കം മുതൽ ഒരു ജാങ്കോ എങ്ങനെ പഠിച്ചു തുടങ്ങാം എന്ന് ആദ്യം മുതലാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് നമുക്കിതിൻ്റെ ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജാങ്കോ. ഓക്കെ, ആദ്യം തന്നെ ജാങ്കോയിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങാം. ജാങ്കോ എന്ന് പറയുന്നത് ഒരു പൈത്തൺ ഫ്രെയിം വർക്കാണ്. അതായത് പൈത്തൺ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഫ്രെയിം വർക്കാണ്. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ച പല കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫ്രെയിം വർക്ക്. അപ്പോൾ ജാങ്കോ എന്ന് പറയുന്നത് ഒരു പൈത്തൺ ബേസ്ഡ് ഫ്രെയിം വർക്കാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, വെബ്സൈറ്റുകൾ നിർമ്മിക്കാം. നമ്മൾ ഇന്ന് ലോകത്ത് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൈത്തൺ ബേസ്ഡ് ഫ്രെയിം വർക്കാണ് ജാങ്കോ. ജാങ്കോ ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് നിർമ്മിക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ നിർമ്മിക്കുമ്പോഴുണ്ടാക്കുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. എക്സാമ്പിൾ ലോഗിൻ പേജ് വേണ്ടി വരും, അതേപോലെ തന്നെ ഡാഷ്ബോർഡ് വേണ്ടി വരും, അതിലേക്കൊരു ഡാറ്റാബേസ് കണക്ഷന്, അങ്ങനെ പല കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കാനും അത് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാനും അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജാങ്കോ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജാങ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കമ്പോണൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു തവണ നിർമ്മിച്ച കമ്പോണൻസ് നമുക്ക് എത്ര തവണ വേണമെങ്കിലും നമ്മളെ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ കഴിയും. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടൂളുകളൊക്കെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജാങ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടനവധി കമ്പോണൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു കമ്പോണൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര തവണ വേണമെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ വെബ് പേജിലേക്ക് അത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ കമ്പോണൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒരു ജാങ്കോ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ലോഗിൻ സിസ്റ്റം, ഡാറ്റാബേസ് കണക്ഷന്, അതേപോലെ ക്രെഡ് ഓപ്പറേഷൻ എന്നിവ അതിൽ തന്നെ ഉണ്ടാകും. അതായത് ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടും കൂടുതൽ കോഡുകളൊക്കെ നമുക്ക് എഴുതേണ്ട ഒരു മേഖലയാണ് ലോഗിൻ സിസ്റ്റം, അതേപോലെ തന്നെ ഡാറ്റാബേസ് കണക്ഷന്, ക്രെഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ തന്നെയാണ് ഈ ക്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ അനവധി ലൈൻസ് ഓഫ് കോഡ് എഴുതിയിട്ട് മാത്രമേ നമുക്ക് സാധാരണ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നാൽ ജാങ്കോ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിലേക്ക് കോഡ് ചെയ്താൽ തന്നെ നമുക്കതിലേക്ക് ബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗത്ത് വരുന്ന പല കാര്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ജാങ്കോ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജാങ്കോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഡാറ്റാബേസ് ബേസ്ഡ് വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ നിർമ്മിക്കാനാണ്. അപ്പോൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ജാങ്കോ ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ജാങ്കോ വർക്ക് ചെയ്യുന്നത്, ഹൗ ഡസ് ജാങ്കോ വർക്ക്, എങ്ങനെ നമുക്ക് ജാങ്കോ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജാങ്കോ വർക്ക് ചെയ്യുന്നത്, ജാങ്കോ ഫോളോ ചെയ്യുന്നത് MVT ഡിസൈൻ പാറ്റേൺ ആണ്. MVT എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്സ്. ഈ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഫ്രെയിം വർക്കാണ് അല്ലെങ്കിൽ ഒരു വർക്കാണ് ജാങ്കോ. ഇതിൽ എം എന്ന് പറഞ്ഞാൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വ്യൂ, ഒരു വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആളിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് വെബ് പേജിലെ കണ്ടൻറ്റുകൾ റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു യൂസർ ഒരു URLൻ്റെ ഉള്ളിൽ എന്തൊക്കെ അതായത് ഒരു അഡ്രസ് ബാറിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തൊരു സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ സെർവറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസ് ചെയ്തിട്ട് നമ്മളെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിനുള്ളിലെ ഡാറ്റ യൂസർ ആവശ്യപ്പെടുന്ന രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ഇമാജിന് റിക്വസ്റ്റ് കൊടുത്താൽ ആ ഇമേജ് ഡാറ്റാബേസിൽ പോയിട്ട് ഫൈൻഡ് ചെയ്ത്
അതിൻ്റെ രൂപത്തിൽ യൂസറെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന ആ ഭാഗത്തുള്ള ഫയലുകളും അതേപോലെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, അതിൻ്റെ സൈസ് എത്ര വേണം എന്നിങ്ങനെയുള്ള ഒരു HTML-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതായത് വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ്സ് എന്ന ഭാഗം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മോഡൽ എന്താണെന്ന് നോക്കാം. മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ എടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഫൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മോഡൽ ഉപയോഗിക്കുന്നത്. ജാങ്കോയിൽ ഒബ്ജക്റ്റ് റിലേഷൻ മാപ്പിംഗ് ORM ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഡാറ്റാബേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ്. അതായത് ORM എന്നൊരു മെത്തേഡ് ഡാറ്റാബേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ്. സാധാരണ നമ്മളൊരു ഡാറ്റാബേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ SQL അറിയണം, ക്രിയേറ്റ്, ആൾട്ടർ, അപ്ഡേറ്റ്, അതേപോലെ ടൺഗേറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സാധാരണ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൽ ORM എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് MySQL അല്ലെങ്കിൽ SQLൻ്റെ ഒരു കൺസെപ്റ്റ് അറിയാതെ തന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് മാനേജ് ചെയ്യാവുന്നതാണ്. സാധാരണ നിലയിൽ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഡാറ്റാബേസ് മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ ജാങ്കോയിൽ അത് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. നമ്മളൊരു ഡാറ്റാബേസ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് SQL നമ്മൾ മുഴുവനായിട്ട് അറിഞ്ഞിരിക്കണം. അതിലുള്ള പല കമാൻഡും ക്വറീസൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ ജാങ്കോയിൽ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുകയാണെങ്കിൽ ഈ SQLൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അത് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ORM എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ഇതിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജാങ്കോയിൽ OMR ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള SQL കമൻസും നമുക്ക് എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. മോഡലിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫയലിൻ്റെ പേരാണ് models.py. ഈ ഫയലിൻ്റെ ഉള്ളിലാണ് നമുക്ക് നമ്മളെ വെബ് പേജിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മോഡൽസിൻ്റെ കണ്ടൻറ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് വരുന്നതാണ് വ്യൂസ്. വ്യൂ എന്താണെന്ന് നോക്കാം. ഒരു യൂസർ ആവശ്യപ്പെടുന്ന ഡാറ്റാബേസിൽ പോയി തിരഞ്ഞെടുത്ത് യൂസറിൻ്റെ മുന്നിൽ എത്തിക്കുന്ന ജോലിയാണ് വ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ആപ്ലിക്കേഷനിൽ യൂസർ കാണുന്ന ഭാഗം തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ റിക്വസ്റ്റിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ പോയിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഏത് രൂപത്തിലാണോ യൂസറെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വ്യൂസാണ്. എക്സാമ്പിൾ, നമ്മളൊരു ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ക്രെഡൻഷ്യൽ, അതായത് നമ്മൾ കൊടുത്ത ലോഗിൻ യൂസർ ID-യും പാസ്വേഡും കറക്റ്റ് ആണോ എന്ന് ഡാറ്റാബേസിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ആ യൂസറെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നിട്ട് എങ്ങനെ ഏത് രൂപത്തിൽ യൂസറെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് വ്യൂ എന്ന ഭാഗത്താണ്. ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയലിനെ നമ്മൾ പറയുന്നത് പേരാണ് views.py. ഇനി അടുത്തത് വരുന്നതാണ് ടെംപ്ലേറ്റ്സ്. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ്സ് ആണ് യൂസർ സ്ക്രീനിൽ എങ്ങനെ ഡാറ്റ കാണണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു വ്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ ഫൈൻഡ് ചെയ്ത് കണ്ടെത്താമെന്ന്. ഇങ്ങനെ കണ്ടെത്തിയ ഡാറ്റ ഒരു യൂസറെ സ്ക്രീനിൽ എങ്ങനെ കാണിച്ചു കൊടുക്കണം, ഏത് രൂപത്തിൽ, എത്ര സൈസിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ടെംപ്ലേറ്റ്സ് എങ്ങനെ കാണണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലെ ഫയലാണ്. ടെംപ്ലേറ്റ്സിൽ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള HTML പേജുകളെല്ലാം കാണിക്കുന്നത് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല HTML ഫയലുകളും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ HTML ഉപയോഗിച്ച് എഴുതിയ ഫയലുകളൊക്കെ നമ്മൾ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോൾഡറാണ് ടെംപ്ലേറ്റ്സ്. ഇനി അടുത്തത് തന്നെയാണ് URLs എന്ന് പറഞ്ഞാൽ ജാങ്കോയിൽ ഒരു പേജിൽ നിന്നും നമുക്ക് ഏത് പേജിലേക്കാണ് ജാങ്കോയിൽ നമുക്കൊരു വെബ് പേജിൽ നിന്നും ഏത് പേജിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. സാധാരണ നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പല ലിങ്കുകളൊക്കെ ഉണ്ടാവും. ഹോം ഉണ്ടാവും, കോൺടാക്റ്റ് ഉണ്ടാവും, അബൌട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ ഇമേജ്, ഗാലറി, അങ്ങനെ പല ഫയലുകളൊക്കെ ആഡ് ചെയ്തതായിരിക്കും ഒരു വെബ് പേജ്. അപ്പോൾ ഒരു പേജിൽ നിന്ന് നമുക്ക് മറ്റൊരു പേജിലേക്കൊക്കെ പോകാനുള്ള മാർഗം ജാങ്കോയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു യൂസർ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ അത് വ്യൂ ആയി URLസിലേക്ക് എത്തുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഒരു ക്ലിക്ക് ചെയ്യുന്നതിനെയാണ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വ്യൂസ് വഴി എന്ത് ചെയ്യുന്നു, അത് URLിലേക്ക് എത്തുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഏത് പേജിലേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് URLാണ്. ഇപ്പോൾ നമ്മളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് പേജിലേക്കാണ് നമ്മൾ കയറി പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് URLs ആണ്.
ഓക്കെ, ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ജാങ്കോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെയാണ് മെയിനായിട്ട് അതിൽ കണ്ടൻറ്റുകൾ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ജാങ്കോ പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊരു ജാങ്കോ പ്രൊജക്റ്റ് ചെയ്ത് അതിലേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തു, അത് റണ്ണ് ചെയ്യിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജാങ്കോയിൽ ഒരു URL ലഭിക്കും. URL നമ്മൾ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുന്ന ആ ഡാറ്റാസിനാണ് URL എന്ന് പറയുമ്പോൾ ആ urls.py എന്ന ഫയലിൽ ഉണ്ടോ നോക്കും. അപ്പോൾ നമ്മളൊരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത് ആ കൊടുത്ത അഡ്രസ്സ് urls.py എന്ന ഫയലിൽ ഉണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, views.pyയിൽ പോയതിന് ശേഷം ഫയലിൽ പോയി അതിലേക്ക് ആവശ്യമുള്ള മോഡൽ ടെംപ്ലേറ്റ്സ് എന്നിവ തീരുമാനിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു URL കൊടുത്താൽ നേരെ എന്ത് ചെയ്യും, അത് വ്യൂസിലേക്ക് പോകും. വ്യൂസിൽ പോയതിന് ശേഷം അവിടെ എന്ത് ടെംപ്ലേറ്റ്സ് ഡിസ്പ്ലേ ചെയ്യണം, അവിടെ എന്ത് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വ്യൂസിലാണ്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മോഡൽസ്, അതായത് ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, models.py എന്ന ഫയലിൽ പോയി അതിൽ നിന്നും കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയും കാര്യം എല്ലാം നടക്കുന്നത് വ്യൂസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിലുള്ള പ്രധാനപ്പെട്ട എല്ലാ വർക്കുകളും നടക്കുന്നത് വ്യൂസ് എന്ന ഭാഗത്താണ്. അതായത് നമ്മളെ മോഡലിനെയും URLസിനെയും ടെംപ്ലേറ്റ്സിനെയും എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് വ്യൂസ്. ഇതിലെല്ലാ കാര്യങ്ങളും ചേർത്ത് നമുക്ക് കാണിക്കേണ്ട ടെംപ്ലേറ്റ്സും കണ്ടെത്തി, ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ ആ ഫയലും കണ്ടെത്തി നമുക്ക് എന്ത് ചെയ്യുകയാണ്, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അത് URL പോവും, URL നിന്ന് എന്ത് ചെയ്യും, വ്യൂവിലേക്ക് പോവും, വ്യൂവിൽ എന്ത് ചെയ്യും, മോഡൽസ് അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയലൊക്കെ കണ്ടെത്തി നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്ന് എന്താണ് തീരുമാനിക്കുന്നത്, വ്യൂസ് എന്ന ഫോൾഡറാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു ജാങ്കോ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ജാങ്കോൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. എന്ന് മുതലാണ് ജാങ്കോ കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസിൽ. ജാങ്കോ കൊണ്ടുവന്ന് ലോറൻസ് ജേണൽ വേർഡ് എന്ന ഒരു ന്യൂസ് പേപ്പർ കമ്പനിയാണ്. ഓക്കെ, അവരുടെ ന്യൂസ് പേപ്പർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. 2003 ഇത് കൊണ്ടുവന്നത്. ഇന്ന് ലോകത്ത് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി ഇത് എല്ലാവർക്കും ലഭ്യമാക്കിയത് ജൂലൈ 2025 ഏറ്റവും പുതിയ ജാങ്കോ വെർഷന് 5.1.4 ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഡിസംബർ 15, 2024 ആ ദിവസം വരെയുള്ളതിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷന് 5.1.4 ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത സ്ലൈഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.